ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നതായിരിക്കില്ലേ ചിന്തിക്കണേ. നമുക്ക് കാര്യങ്ങളൊക്കെ പോകെ പോകെ പറയാട്ടോ. പെട്ടെന്ന് എടുത്ത വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം, എൻഡിങ് എങ്ങനെയായിരിക്കണം അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതേ നിങ്ങൾ കാണുന്ന പോലെ നമ്മളാണ് ഇന്ന് കാർ ഓടിക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് ഞാൻ കേട്ടോ, നമ്മളെന്നല്ല. അപ്പോൾ എന്താണ്, കുറേ മുന്നേ 1 ഇയറാണോ 2 ഇയറാണോ എന്നറിയില്ല, ഞാൻ ലൈസൻസ് എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്ളോഗ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് മാക്സിമം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ സമയത്ത്. ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് G1 ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റ് ഇല്ലേ നമ്മുടെ നാട്ടിലത്തെ, അതുണ്ടെങ്കിൽ ഇതേപോലെ ഓൾറെഡി G ലൈസൻസ് ഉള്ള, അതായത് മുത്തിന് ഫുൾ ലൈസൻസ് ഇവിടെ ഉണ്ട്, കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിലത്തെ ഒക്കെ ഇവിടെ ആഡ് ആക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലേണേഴ്സ് പോലത്തെ, അതായത് ഇവിടുത്തെ G1 വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പം ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാനൊരു നോർമൽ ഒരാളേനെ വെച്ചിട്ട് അങ്ങനെ അയാളുടെ കൂടെ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ ഹവറിന് ഒരു $50 വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു 3 ദിവസം അങ്ങനെ എന്തോ ചെയ്തിട്ട് പിന്നീട് മുത്തിൻ്റെ കൂടെ പഠിച്ച ശേഷം പിന്നെ നമ്മൾ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് പിന്നെ ഡ്രോപ്പ് ചെയ്തല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു റോഡ്സിൽ മാത്രം ഓടിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാനാണ് മുത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ വിട്ടിട്ട് നമുക്ക് വലിയ റൂട്ടിൽ കൂടെ പോയി നോക്കാം, കുഴപ്പമില്ല എനിക്കറിയാമല്ലോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വളവുകളും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണല്ലോ. എന്താ ചെയ്യാ, ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് മെർജ് ചെയ്ത്, അപ്പൊ മെർജ് ചെയ്യുന്ന കർവ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അതൊക്കെ ശരി, മെല്ലെ പോയ 50 ലിമിറ്റ്. വേണ്ട, 50 മതി, ഉള്ളവർ ചെയ്യും ചിലപ്പോ. കാണിച്ചു കൊടുക്കാം, അമ്മേനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഇന്നലെ രാത്രി ഓടിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാല്ലേ നമ്മള്. ഇങ്ങനെയുണ്ട് ഗൈസസ്. സിഗ്നൽ മാറി പോവാം. മുത്തിന് പിരിയാൻ ധൈര്യം ഉണ്ട് കേട്ടാ. മുത്തിന്റെ ഒപ്പം ഇരുന്നിട്ട് ഫോണൊക്കെ കളിക്കാറുണ്ട് ഇപ്പൊ. ഉറങ്ങിയിട്ടില്ല, അല്ല പക്ഷെ ഞാൻ ദൂരത്തേക്ക് പോയിട്ടില്ല. ഇതിന് എന്നുവെച്ചാൽ ദൂരത്തേക്കല്ല, ഇവിടെ 10 കിലോമീറ്റർ ഒക്കെ പോയിട്ടുണ്ടാവില്ലേ. അത്യാവശ്യം ലൈസൻസ് എടുത്താൽ എന്നും ഞാനായിരിക്കും ഗൈസ്. ഇത് ലൈസൻസ് ഇല്ലാത്തത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, റെസ്റ്റ് എടുക്കാം. അല്ലാണ്ട് എത്ര ആൾക്കാർ പോകുന്നു, പണ്ട് എനിക്ക് ഇതുപോലെ ഒന്നും പോകാൻ അറിയണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു 5-6 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തൊക്കെ ഞാൻ അങ്ങനെ അത്യാവശ്യം റോഡിൽ കൂടെ ഓടിച്ചൊരു ശീലം വെച്ചിട്ട് ഇപ്പം ഞാൻ ഏകദേശം എവിടെ പോകുമ്പോഴും ഞാൻ ഹൈവേ അല്ലാത്ത, ഇവിടെ വലിയ ഹൈവേയിൽ G ലൈസൻസ് വേണം. അത് ലേണേഴ്സ് ഉള്ളവർക്കും ചെയ്യാൻ തോന്നുന്നു, പക്ഷെ അതെങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അതിലോട്ട് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ നോർമൽ റോഡ്സിലൂടെ എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ എങ്ങോട്ട് വർക്കിന് പോകുമ്പോഴും മുത്തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഓടിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ഇപ്പോൾ ഡെന്നിയുടെ വീട്ടിൽ പോകുമ്പോഴും അങ്ങനെ ഫുള്ള് ഓടിച്ചോടിച്ച് ഭയങ്കര പ്രാക്ടീസ് ആയിട്ടോ. ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോയതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലും ഇല്ല വല്ലാതെ. അതങ്ങനെ നീണ്ടു പോയി. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. കാരണം മുത്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ ഈ ഒരു എന്നെ കറക്റ്റ് ഗൈഡ് ചെയ്യുന്ന ഈ ഒരു സെയിം സംഭവം ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് ലൈസൻസ് എടുക്കുമ്പോൾ എൻ്റെ ഉപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എത്രമാത്രമാണ് സന്തോഷം ഉള്ളിലെന്നറിയില്ല, എത്രമാത്രമാണ് പ്രൗഡ് എന്ന് എനിക്കുള്ളിൽ അറിയില്ല. അപ്പം അത്രയും ഞാൻ നാട്ടിൽ അതിന് മാത്രം ഓടിച്ചില്ല, പിന്നെ അവിടുന്ന് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഇവിടെ വന്നിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നണേ. കാരണം അത്രയും സെൽഫായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോഴും, പിന്നെ അതേപോലെ മുത്തൊപ്പം നിന്ന് ഗൈഡ് ചെയ്യുക, പണ്ട് എൻ്റെ ഉപ്പ ചെയ്തിരുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര ഉള്ളിൽ ഭയങ്കര സന്തോഷം. അതെങ്ങനെ ആർക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ഞാൻ പറഞ്ഞതായിരുന്നു, എന്തെന്നെ ആയാലും ഞാൻ ലൈസൻസ് വേഗം എടുക്കും, ഇനി മടി പിടിച്ചിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത്. മുത്ത് എപ്പോഴും പറയൂട്ടാ അന്നൊക്കെ ഞാൻ മടി പിടിച്ചിരുന്നിട്ടാണ്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാനത് എടുത്തിരിക്കും, അത് എടുത്തിട്ടേ ഇനി ബാക്കി പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സൺഗ്ലാസസ് മേടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുവരെ നമുക്ക് എന്തായാലും നോർമൽ വഴിയാണ്, അപ്പോൾ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ എത്തി ഗൈസ്.
നമ്മൾ പോകുന്നത് നമ്മുടെ ഇൻഷുറൻസ്, അതായത് നമ്മുടെ കമ്പനികൾ ഇൻഷുറൻസ് തരുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവേർഡ് ആയിരിക്കും. നമ്മുടെ ഡെൻറ്റലൊക്കെ കറക്റ്റ് ഫുൾ അതിൽ കവേർഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡെൻറ്റലൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ ഭയങ്കര റേറ്റാണ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽസ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഐക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും അവർ തരുമല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തരുന്ന സംഭവങ്ങൾ, ഒപ്റ്റിക്കൽ സംഭവങ്ങളെല്ലാം അവരൊരു 2.5 കൊല്ലത്തിൽ അല്ലെങ്കിൽ 2 കൊല്ലത്തിൽ ഒരു വട്ടം അങ്ങനെ എന്താണ് തരുന്നുള്ളൂ. ബാക്കി ഡെന്റലും കാര്യങ്ങളൊക്കെ നമുക്ക് 1 ഇയറിൽ ഒരുപാട് എടുക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടല്ല 1 ഇയറിന് വെച്ചിട്ടായിരിക്കും അവർ തരിക. പക്ഷെ നമ്മുടെ ഗ്ലാസിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് തരുന്നത്, ഐ ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് 2 ഇയറിൽ ഒരു വട്ടം അങ്ങനെയാണ് തരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കുഞ്ഞൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും എടുക്കുമെന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് മുത്തിൻ്റെ കൂടെ ഇവിടെ കോളേജ് മേറ്റ് ആയിട്ടുണ്ടായിരുന്ന കുട്ടിയാണ് കേട്ടോ. കോളേജ് മേറ്റും ആയിരുന്നു, റൂംമേറ്റും ആയിരുന്നു. പണ്ട് ഞാൻ വരുന്നവരെ അവരെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഒരേ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ എന്തായാലും ഒരു ഒപ്റ്റിക്കൽസിൽ GM ആണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഇൻഷുറൻസിലെല്ലാം കവേർഡാക്കി തരിക എന്നുള്ളതും ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് നോർമൽ ഗ്ലാസ്സസും എടുക്കാം, മറ്റ് ഗ്ലാസ്സും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അതിങ്ങനെ ചെറുതായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർ തരും. അത് നമുക്കറിയുന്നവരുണ്ടെങ്കിൽ ഏകദേശം അങ്ങനെയൊക്കെ തരും. കുഴപ്പമില്ലാത്തൊരു റേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ നമുക്ക് കുറച്ച് കുറച്ചും കൂടെ കാശൊക്കെ കൊടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വന്ന് കുറേ അവൾ പറഞ്ഞു ഏതാന്ന് വെച്ചാൽ അവൾ മുത്തിനെ മനുച്ചേട്ടായി എന്നാണ് വിളിക്കുക. കാരണം അവർ കോട്ടയംകാരാണ്. അപ്പോൾ ചേട്ടായിമാരാണ്. അപ്പോൾ ചേട്ടായും സിൻസിയും കൂടെ നോക്കിയിട്ട് പറ ഏതാണ് വേണ്ടതെന്ന്. ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ഈ YSLൻ്റെയും അതുപോലെ ഗുച്ചിയുടെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ. ഞാൻ കുറേ നോക്കി, ഭയങ്കര വലുതൊക്കെ നോക്കി. പക്ഷെ മുത്ത് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഈ വെച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കാണാൻ ഭംഗിയെന്നാണ്. അപ്പോൾ ഏതാണ് എടുത്തതെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ബ്ലോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ മുത്തിന് എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ലേ, പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അടിപൊളിയാണ്. അത് ഭയങ്കര നല്ലതാണെന്ന് ഭയങ്കര റിവ്യൂ ഉള്ളതുകൊണ്ട് മുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ അത് എടുക്കാം, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുട്ടാ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അവളുടെ അടുത്തൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല ഗൈസ്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാനൊരു ന്യൂ ബാലൻസിൻ്റെ ഷൂ ഒരു 2 ആഴ്ച മുന്നേ മേടിച്ചിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വ്ളോഗിൽ എവിടെയും എനിക്ക് പറയാനൊന്നും പറ്റിയില്ല. എൻ്റെ ബർത്ത്ഡേ മന്തും കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് തന്നെ വേണ്ടി ചെയ്യുന്നൊരു മന്താക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ കൊല്ലമൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷെ ഇക്കൊല്ലം എന്തോ എനിക്ക് തന്നെ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൺഗ്ലാസസ് ഒക്കെ മേടിച്ചിട്ട് ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മൾ വലിയ ഹൈവേ വഴി നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ മുത്തെടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഹൈവേ വഴി എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഹാപ്പി ഇനി നമുക്ക് എത്ര മണിക്കൂർ പോകാനുണ്ട്? 45 മിനിറ്റ് പോകാനുണ്ട് ഗൈസ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുത്താണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുത്ത് പറയുമായിരുന്നു ഞാൻ സീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഈ സീറ്റിനെ നമുക്ക് കുറച്ച് പൊക്കി വെക്കാൻ പറ്റും, പിന്നെ ഒരുപാട് ഇങ്ങനെ അടുത്തോട്ട് വെക്കാം. എൻ്റെ കാലം എന്തായാലും ബ്രേക്കിലോട്ടൊക്കെ എത്തണേ ഞാൻ കുറച്ച് അത്യാവശ്യം അടുപ്പിച്ചിടണം. അപ്പോൾ മുത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ ഒന്നും അതിനെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത് എൻ്റെ കണ്ണ് എങ്ങനെ എഴുതിയാലും, ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ വാലിട്ട് എഴുതിയാലും എങ്ങനെ എഴുതിയാലും എൻ്റെ കണ്ണിങ്ങനെ ചിമ്മിപ്പോവും ഞാൻ ഒന്ന് ചിരിക്കുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണെഴുതിയത് ഒട്ടും കാണില്ല ഗൈസ്. ഐലൈനർ ഞാൻ ഇട്ടത് കാണത്തേയില്ല ഏതിലും. എൻ്റെ ഏത് ഫോട്ടോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല, പാരമ്പര്യമാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. അപ്പം പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത്, അതിന് മുന്നേ ഇപ്പോൾ മുത്ത് എണ്ണി പറയുന്നത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് മുത്ത് ഇനി വേറെ ഗിഫ്റ്റ് തരും, ഇതൊന്നും അല്ല ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയായിരുന്നു കേട്ടോ. കാരണം ന്യൂ ബാലൻസിൻ്റെ ഷൂ മുത്ത് മേടിച്ചെന്നു, സൺഗ്ലാസസ് മേടിച്ചു, പക്ഷെ അത് ഇൻഷുറൻസിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുത്തിനെ അങ്ങനെ ഇതാക്കിയിരുന്നു. അല്ല മുത്തിന് വേറെ ഗിഫ്റ്റ് തരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തതിന് വേറൊരു കാരണമുണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് നിങ്ങളായിട്ട് ഗസ് ചെയ്യും. നമ്മളെവിടെയും മാക്സിമം പറയാതെ ഞാൻ ഈ വ്ളോഗിൽ കട്ട് ചെയ്ത് പോവാം. നിങ്ങളായിട്ട് ഗസ് ചെയ്യണം നമ്മൾ എവിടേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ട്രിപ്പ് എങ്ങനെയാണെന്നൊക്കെയുള്ള പ്ലേസ് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം ഞാൻ തന്നെ മുത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും വേണ്ട. കാരണം ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതല്ല, നമുക്ക് എൻജോയ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രിപ്പ് പോവാം. ആ ഒരു സംഭവം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ വിചാരിച്ച കാര്യമായിരുന്നു ഞാൻ എന്തെങ്കിലും എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യും എന്നുള്ളത്. അത് ഞാൻ ഇന്നും ഇന്നലെയും പറയുന്ന കാര്യമല്ല കേട്ടോ. ഇക്കൊല്ലം ആദ്യം തൊട്ട് തന്നെ അല്ല, ഈ കഴിഞ്ഞ കൊല്ലത്തിൽ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയണമായിരുന്നു ഞാൻ അടുത്ത കൊല്ലം ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യും. അതായത് ഞാൻ എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും ഒരു നല്ലൊരു ബാഗ് മേടിക്കണം എന്നൊക്കെ. നിങ്ങളന്ന് MKയുടെ ബാഗ് മേടിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമ്മുടെ ഈ എയർപോർട്ട് യൂസ് അങ്ങനത്തെ കാര്യങ്ങൾക്കല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് സിമ്പിളായിട്ട് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ആഗ്രഹത്തിനുള്ള നല്ലൊരു
ബാഗ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് മുത്തായിട്ട് എന്തായാലും മേടിച്ചു തരും. പക്ഷെ എങ്ങനെ ഞാൻ വാങ്ങാൻ പോകുമ്പോഴും ഞാൻ തന്നെ പറയും വേണ്ട 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 വേണ്ട, അത് വാങ്ങില്ല, അത് അത്രയും വിലയാണ്, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ അവിടെ ഇടും. ഞാൻ വേണ്ട പറയും. പക്ഷെ ഞാൻ എന്താ പറയുക, ഞാൻ തന്നെ പറഞ്ഞു ഓക്കെ, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനായിട്ട് ചെയ്യുമ്പം എന്തായാലും എടുക്കും. എനിക്ക് തന്നെ എന്നെ തന്നെ ഒരു ഓക്കെ, ഞാൻ എന്തായാലും ഏൺ ചെയ്യുന്നതല്ലേ, അപ്പോൾ എനിക്ക് തന്നെ എന്തെങ്കിലും വേണ്ടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോച്ചിൻ്റെ ബാഗ് മേടിക്കും. കാരണം എനിക്ക് MKയിൽ പോയിട്ട് കുറേയൊക്കെ ഒരു റിപ്പീറ്റിംഗ് സംഭവമായിട്ട് തോന്നി, ഭയങ്കര രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ ഓക്കെ, ഒരു ഷോൾഡർ ബാഗ് പോലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞൊരു ബാഗ് ഞാൻ എന്തായാലും കോച്ചിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ആഴ്ച മുന്നേ ഇതിപ്പോൾ നമ്മൾ മേടിക്കുന്നത് ഏപ്രിൽ 1st വീക്കിലൊക്കെ ആയിട്ടാണ്. ഏപ്രിൽ 28-നാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷെ നമ്മൾ ഏപ്രിൽ ഒരു 1st വീക്ക് ടു 2nd വീക്ക് ആ ഒരു വീക്കിലാണ് നമ്മളിത് മേടിക്കുന്നത് ഇപ്പം. അപ്പോൾ അതിൻ്റെ തന്നെ 2 ആഴ്ച മുന്നേ വന്നിട്ട് ഞാൻ ഏകദേശം എൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. എങ്ങനെയായിരിക്കും റേറ്റ്, എങ്ങനെ വരും, അത് എങ്ങനത്തൊക്കെ മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില അന്ന് അത്യാവശ്യം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് എന്തായാലും ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതല്ല. എനിക്ക് പിന്നെയും കുറച്ചും കൂടി റിസർച്ചൊക്കെ ചെയ്ത് നമ്മളൊരു കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് മേടിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ മേടിക്കേണ്ട, നമുക്ക് പിന്നെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ശേഷം വീണ്ടും ഏപ്രിൽ 2nd വീക്കിൻ്റെ അടുത്തോട് കൂടിയിട്ട് നമ്മൾ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ആദ്യം പോയ വോൺ മിൽസിൽ ഞാൻ ഒരുപാട് തിരഞ്ഞ് കണ്ടെത്തിയ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. കാരണം അന്ന് ഞാൻ പോയ സമയത്ത് ഫസ്റ്റ് പോയപ്പം ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പോകുമ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിൽ എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര ഓഫറൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം പോയി. പിന്നെ നല്ല ഓഫറിലുമായിരുന്നു അത് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അവിടുന്ന് അതിൻ്റെ മോഡലിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനൊരു ഫോട്ടോ ഓൾറെഡി അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തപ്പോൾ അവരതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു വേറെ സ്ഥലത്തുണ്ട് ഇത്, അവിടെ പോയാൽ മതി, ടൊറൻറ്റോ പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഔട്ട്ലെറ്റിൽ പോയാൽ മതി, ഒരു പീസേ ഉള്ളൂ, വേഗം പൊക്കോ പറഞ്ഞു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് അത് ബുക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അല്ലല്ല, പ്ലെൻറ്റി ഓഫ്, അത് ഞങ്ങൾക്ക് ഒരുപാടുണ്ട്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഞാനാണെങ്കിൽ വീഡിയോ ബാക്കി എടുക്കാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതൊന്നും കിട്ടാതിരിക്കുക പറഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ടൊറൻറ്റോ പ്രീമിയം ഔട്ട്ലെറ്റിലേക്ക് പിന്നെ 1 hour ട്രാവൽ ചെയ്ത് പോന്നു. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ്, അവിടേക്ക് നമ്മൾ എത്തി. നേരെ ഞാൻ പറഞ്ഞു ദാണ്ടേ കോച്ച് കാണുന്നു, നമുക്ക് നേരെ അവിടെ പോകാം, ഒന്നും ആലോചിക്കേണ്ട, കാരണം ഒരു പീസ് പോയാൽ പിന്നെ പോയതാണ്, പിന്നെ ഒന്നും കിട്ടത്തില്ല പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ ആയിട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച് നമുക്ക് ആഗ്രഹമുള്ളത് തന്നെ വാങ്ങണ്ടേ. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ചറവറാന്ന് പറഞ്ഞിട്ട് വരിക എന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തരണം. അപ്പോഴല്ലേ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതായാലും എന്തായാലും സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കത് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന്, ഇതിപ്പോൾ സ്പീഡിലൊന്നുമല്ല കേട്ടോ, ഞാൻ നടക്കുന്നത് അത്രയും സ്പീഡിലാണ്, ഞാൻ സ്പീഡാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അത്രയും വേഗം പോയിട്ട് അവിടെ കയറിയിട്ട് എടുക്കണം എന്നും പറഞ്ഞിട്ട് പോവുകയാണേ. ഞാൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഞാൻ മൂഞ്ചി വരുന്നൊക്കെ തണുപ്പുണ്ട് ചെറുതായിട്ട്. അങ്ങനെ ഇതേ ടൊറൻറ്റോ പ്രീമിയം ഔട്ട്ലെറ്റിൽ വന്നപ്പോഴും അവർ പറഞ്ഞു ആ ഒരു പീസ് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അതെല്ലാം ഒറ്റയടിക്ക് ഒരാൾ വന്ന് കൊണ്ടുപോയിന്ന്. ഞാൻ വിചാരിക്കുമായിരുന്നു ആരാണ് ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും പീസസ് വാങ്ങിക്കൊണ്ടുപോകും. അതായത് 1-2 ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു അവിടെ. അത്രയും കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം ഞാൻ ഇട്ട് നോക്കിയാൽ യെല്ലോ ഇല്ല, മസ്റ്റാർഡ് യെല്ലോ, ഈ യെല്ലോൻ്റെ വേറെ ഒരെണ്ണമായിരുന്നു. അതായത് ഇപ്പം കോച്ചിൻ്റെ ആ ഒരു ഭയങ്കര ലേബലൊക്കെ ഉള്ള ഭയങ്കര ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഭയങ്കര ഒരു ഓറഞ്ച് വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമായി. എന്നിട്ട് എനിക്ക് ഒന്നിനും സന്തോഷം വരില്ല. ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖം ചിരിക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് അങ്ങ് വിഷമമായി പോയി. കാരണം അത്രയും നാളായിട്ട് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എൻ്റെ മനസ്സിൽ തന്നെ. ഞാൻ മേടിക്കും, ഞാൻ തന്നെ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യും, എനിക്ക് എന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നുള്ള ആ ഒരു നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടായിരിക്കുമല്ലോ, അതിലിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ എനിക്കതില്ലാതെ പോകാൻ പറ്റും? എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞങ്ങൾ വേറെ ആൾക്കാരോട് അതിൻ്റെ ഉള്ളിൽ ചോദിച്ചു വേറെ ഉണ്ടോ. കുറേ നമ്മൾ ഒരാളെ ഇനി പറഞ്ഞിട്ട് അവർക്ക് കിട്ടാഞ്ഞിട്ടാണെങ്കിലും എന്നിട്ട് വേറെ ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ നോക്കി, അതും ഇല്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ അവസാനം ഞാൻ ഫസ്റ്റത്തെ വോൺ മിൽ സ്റ്റേഷനിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മോളിൽ നിന്ന് നോക്കിയതും ഈ സെയിം ബാഗായിരുന്നു. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തതിൽ കണ്ടത്. ആ സെയിം ബാഗാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് ഗൈസ്. അതായത് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കിപ്പോൾ ഞാൻ നോക്കുന്ന ഈ ബാഗാണ് എനിക്ക് ഇത്തിരി കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതായത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ബാഗിനേക്കാൾ കുറച്ചൊന്ന് ചെറുതായി, നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ
ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സിനും ചേർന്ന് പോകുന്ന ഒരു തരമാണിത്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങാനാണ് ഏറ്റവും അവസാനം ഉറപ്പിച്ചത്. എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിന് മറ്റതിൻ്റെ അത്രയ്ക്ക് ഓഫർ ഇല്ലെങ്കിലും ഓൾറെഡി 50% ഓഫർ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന ദിവസം എന്തായാലും അടിപൊളിയായി എനിക്ക്. കാരണം ഈ സെയിം സംഭവം തന്നെ കുറച്ച് കഴിഞ്ഞ് അവർ വേറെ വിലയ്ക്ക് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ അയ്യോ ഞാൻ വാങ്ങിയ വിലയിനേക്കാൾ കൂടുതലായി കുറഞ്ഞു പോയല്ലോ, എന്നിട്ട് ഞാൻ കൂടുതലുള്ളപ്പോഴല്ലേ മേടിച്ചെന്നുള്ള സങ്കടമൊക്കെ നമുക്ക് എപ്പോഴും വരും. പക്ഷെ അതിനൊന്നും ഇല്ലാതെ തന്നെ 50% ഓഫറിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ അത് വാങ്ങി ഭയങ്കര ഹാപ്പിയായി. കാരണം കുറേ നേരം ഞാൻ അവിടെ നിന്ന് ട്രൈ നോക്കി. മുത്തൻ്റെ കൂടെ മുത്തിന് എനിക്ക് സങ്കടമായോ എന്നൊക്കെ വെച്ചിട്ട് മുത്ത് കുറേ വന്നിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടാ. എന്നിട്ട് എനിക്ക് ഏതെങ്കിലും ഒന്നും എടുക്കാന്നല്ല, എൻ്റെ മനസ്സിന് അത്രയും സന്തോഷമാവണത് വേണമല്ലോ എടുക്കാൻ. അപ്പം ഞാൻ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞു. സ്വന്തമായിട്ട് ബാഗ് പിടിച്ചല്ലോ. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് കേട്ടോ. കാരണം എനിക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ദിവസമാണേ. ഭയങ്കര ക്ലാസ്സിക് സാധനമാണ് കഴിച്ച് ഞാൻ വാങ്ങിയത്. അതിന് മുന്നേ ഞാൻ സങ്കടപ്പെട്ട് വന്നതായിരുന്നില്ല എന്നുള്ളത്. മീൻസ് അത് ചിലപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് തോന്നുമായിരിക്കും, പക്ഷെ അത് എല്ലാത്തിനും മാച്ചായി പോകില്ല. പക്ഷെ ഇത് ഭയങ്കര ക്ലാസ്സിക് സാധനമാണ്. ഇതിനാണെങ്കിൽ അത് ഓഫർ വരത്തുമില്ല. പക്ഷെ എന്നാലും ഭാഗ്യത്തിന് നമുക്ക് 50% ഓഫറിൽ കിട്ടി. അടിപൊളി സാധനം, നല്ല കുഞ്ഞിതാ പക്ഷെ ക്യൂട്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മൾ വീട്ടിൽ പോവാണ് കഴിച്ച്. ഡ്രസ്സ് എടുക്കാണ്ട്, ഡ്രസ്സ് കുറേ ഷോപ്പ് ചെയ്യാണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. ഇന്നിപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വീണ്ടും എപ്പോൾ പോകണമെന്നത്തെ പിന്നെ നാളെയോ അടുത്ത ആഴ്ചയായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കണം. അപ്പോൾ അത്രയും നമുക്ക് സമയമില്ല. ഇതാ ഞാൻ വാങ്ങിയ ബാഗ് അവിടെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഇന്ന് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കാരണം നമുക്ക് എങ്ങാനും പിന്നെ മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നോക്കുന്നത്, മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എന്തൊക്കെയാണ് ബ്ലോഗ് എടുക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. കാരണം വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര ടെൻഷനൊക്കെ ആയിപ്പോയി. പക്ഷെ എനിക്ക് ഏറ്റവും അടിപൊളി ബാഗ് അങ്ങനെ നമ്മൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ സൺഗ്ലാസിൻ്റെ ഷോപ്പിങ്ങും കഴിഞ്ഞു, പിന്നെ എൻ്റെ കോച്ച് ബാഗിൻ്റെ ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. എൻ്റെ ബർത്ത്ഡേയുടെ പ്രമാണിച്ചിട്ടുള്ള ട്രിപ്പാണ്. പിന്നെ നമ്മുടെ ഒരുപാട് കൊല്ലത്തെ ആഗ്രഹങ്ങളുടെ ട്രിപ്പാണ്. ആ ട്രിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും ആ വ്ളോഗിൽ പറയാം. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര രസമായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഹിൻറ്റും കിട്ടാതെ നിങ്ങളായിട്ട് ഗസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗസ് ചെയ്യണം ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഇപ്പോഴല്ല, നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് നമുക്കൊരു ലോങ് വീക്കെൻഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെക്കേഷൻ എടുക്കാതെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് നമ്മളൊരു 3 days ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ്. അതൊരു വേറൊരു കൺട്രിയിലോട്ടാണ്. എന്താ ശരിക്കാത്ത മുത്ത് ശരിക്കും? അങ്ങനെ നമ്മുടെ സ്ഥിരം STC എത്തിയിട്ടോ. മുത്ത് പറയുമായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് പൊതിഞ്ഞു വെക്കാം, ആരെങ്കിലും ഇനി കാറിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ഒന്ന് എടുത്തു പോകണ്ടാന്ന്. മുത്ത് അതായിരുന്നു ചെയ്യേണ്ടായിരുന്നത് കേട്ടോ. മുത്ത് ടെൻഷൻ എന്ന് പറഞ്ഞത് മുത്ത് ഇനിയിപ്പോൾ എന്ത് ഫുഡ് കഴിക്കും എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ആദ്യം ഡ്രസ്സ് എടുക്കാമെന്ന്. എനിക്ക് എൻ്റെ ബർത്ത്ഡേ കൂടിയാണല്ലോ ആ ഒരു സമയത്ത് ഏകദേശം. അപ്പോൾ നമ്മൾ അതിനോട് പ്രമാണിച്ചിട്ടാണ് പോകുന്നത് മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് വേണം, പിന്നെ അതുപോലെ കുറേ വേറെ കാര്യങ്ങളും, അങ്ങനെ 2-3 ഡ്രസ്സ് വേറെ വേണം. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറേ നോക്കി, നമുക്കത് ഇഷ്ടപ്പെടാതെ നമ്മൾ വിചാരിച്ചു വേറൊരു ദിവസം വരാം. പിന്നെ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്, മോർണിംഗ് ഇറങ്ങിയതല്ലേ. പിന്നെ ഈ STCയിൽ സ്ഥിരം ഞങ്ങൾ വരുന്ന വീടിൻ്റെ അടുത്തുള്ളതിൽ വന്നപ്പോഴും മുത്ത് പറഞ്ഞു കോച്ചിൽ നമുക്ക് ചുമ്മാ കയറി നോക്കാമെന്ന്. പക്ഷെ പോയി കയറി നോക്കിയപ്പോൾ അവർ പറയുവാണ് അവർക്ക് ഓൺലൈനിൽ ഞാൻ വിചാരിച്ച ആ സെയിം മോഡൽ എനിക്ക് വാങ്ങിത്തരാൻ പറ്റും, ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മുത്തതിനോട് ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ വെറുതെ വിഷമാക്കിച്ചേന്ന്. പക്ഷെ ഞങ്ങൾ തന്നെ നോക്കുമായിരുന്നു. പിന്നെയും നമ്മൾ മേടിച്ച് തന്നെയാണ് നമുക്കിപ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. അപ്പം അങ്ങനെ അത് വാങ്ങണമെന്നൊക്കെ ഉള്ള അങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് വാങ്ങിയൊന്നുമില്ല, ഓൾറെഡി ഒന്ന് വാങ്ങിയല്ലോ. പിന്നെ നമ്മൾ ഞാനൊരു പാൻസ് വാങ്ങിയിരുന്നു. അതിന് വേണ്ടി മാത്രം ഇത്രയും ക്യൂ നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ പാൻറ്റിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേപോലെ മുത്തിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഗ്ലാസ് മേടിച്ചിരുന്നത്. എന്നിട്ട് പറയും ഹായ് അടിപൊളി സംഭവമായിട്ടുണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ മേടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു മുത്തിൻ്റെ അടുത്ത് എന്താ ചെയ്യുക, ഇപ്പം നമ്മൾ ഗൂച്ചിയുടെ ഒക്കെ മേടിച്ചു എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ മുത്തിൻ്റെ അടുത്ത് പറയുമായിരുന്നു രാവിലെ കയറിയിട്ട് ഇപ്പോൾ അതാണ്ട് രാത്രിയാണ് വീട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഓൾറെഡി ടയർഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീട്ടിലോട്ടൊന്നും ഡ്രൈവ് ചെയ്യുന്നില്ല. ഞാൻ മുത്തിൻ്റെ അടുത്ത് പറഞ്ഞു മുത്തന്നെ ഡ്രൈവ് ചെയ്തു, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. മുത്തിൻ്റെ സങ്കടം എന്താണ്? എണ്ണി പറക്കണം മുത്ത്. ഇന്നലത്തെക്കാട്ടി ഗ്യാസ് പ്രൈസ് ഇവിടെ ഡ്രോപ്പ് ചെയ്തപ്പോൾ
$1 23 സെന്റാണ് 1 ലിറ്ററിന്. ഇന്നലെ നമ്മൾ അടിച്ചപ്പോ $1 33 സെന്റ് ആയിരുന്നു. ഇന്നലെ ഞാൻ പെട്രോൾ അടിക്കാൻ പഠിച്ചില്ലേ, ഗ്യാസ് അടിക്കാൻ 50 ലിറ്റർ അടിച്ചപ്പോ $5 വ്യത്യാസമാണ്. അതിന്റെ വിഷമം പക്ഷെ ഇത് അറിയെങ്കിൽ നമ്മൾ ഇന്ന് അടിക്കുള്ളൂ. പക്ഷെ ഇന്നലെ കുറച്ചാണ് ഉള്ളോട്ടോ പെട്രോള്. 150 കിലോമീറ്റർ ഓടിഞ്ഞ്. അങ്ങനെ നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഡ്രൈവ് ത്രൂ ATM എന്ന് പറഞ്ഞിട്ട് നമുക്ക് ATM ഇങ്ങനെ കാറിൽ തന്നെ പോയി അവിടെ നിന്ന് എടുക്കാം. എനിക്കറിയത്തില്ല നാട്ടിലുണ്ടോ എന്നുള്ളത്. ഇവിടുന്ന് കണ്ടിട്ടുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാശ് എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു വ്ളോഗൊന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്തൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മളങ്ങനെ വീട്ടിലെത്തി. ഞാനിപ്പോൾ വാങ്ങിയ ഗ്ലാസും അതുപോലെ ബാഗും ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാനും പിന്നെ എനിക്ക് തന്നെ ഒന്നും കൂടി കാണാനും വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ വെയ്യ, രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രി 9 മണിയായി. ഫുഡൊക്കെ വാങ്ങി വന്നേക്കും, അത്രയും വെയ്യട്ടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് ഇവരുടെ പാക്കേജിങ് അത്ര പിടിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവര് ഭയങ്കര ഇതാക്കിയിട്ടൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ തന്നെ സ്വന്തമായിട്ട് മേടിച്ച്, അതായത് നമ്മൾ അധ്വാനിച്ച കാശായിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതിൽ നമ്മൾ വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോഴായാലും എങ്ങനെയായാലും നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് സെൽഫായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. അപ്പോൾ തന്നെ നമുക്ക് ഓക്കെ, നമ്മൾ ഈ ജീവിക്കുന്നതിൽ കുറച്ച് അർത്ഥങ്ങൾ, അങ്ങനെ നമ്മളെ ഹാപ്പി ആക്കാനും നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ അതായത് മീനിങ് ഫുൾ ആക്കാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണ് വലിയ വലിയ കാശിൻ്റെ കാര്യങ്ങളാവണമെന്നും ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും ഒന്നുമില്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെൻ്റ് ആയാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ അത്രത്തോളം ആവില്ല ആര് എന്ത് ചെയ്താലും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്രൈവിംഗ് ആയിക്കോട്ടെ കുറേ കാര്യങ്ങൾ ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്തൊരു ദിവസമാണ് കേട്ടോ. ഡ്രൈവിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെനിക്ക് ഭയങ്കര ഇമോഷണൽ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയും. നമ്മുടെ ബാഗും സൺഗ്ലാസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, അതെന്തായാലും മറക്കരുതേ. പിന്നെ ഞാൻ ഈ വാങ്ങിയിട്ടുള്ളത് നമുക്ക് 2 തരത്തിലെടുക്കാം. ഷോൾഡർ ബാഗ് ആയിട്ട് ഇടാം, ക്രോസ് ബാഗ് ആയിട്ട് ഇടാം. അതുപോലെ 2 സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കുഞ്ഞത് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ അവളവിടെ GM ആയിട്ട് വർക്ക് ചെയ്യുവാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഇൻഷുറൻസിൽ കവർ ആവുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ ഗ്ലാസസ് എടുത്തിട്ടുള്ളത്. തുറന്നു നോക്കിയിട്ടില്ല, സംഭവങ്ങൾ മൊത്തത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് സംഭവങ്ങൾ മൊത്തം അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഈ സൺഗ്ലാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി കേട്ടോ. എന്താ പറയുക, നമ്മളങ്ങനെ ഒരിക്കലും ഇപ്പോൾ സൺഗ്ലാസ് എത്രയും വില കൊടുത്ത് ഞാൻ മേടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇൻഷുറൻസും കൂടെ ഉള്ളതുകൊണ്ടും നമ്മുടെ ഫ്രണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഞാൻ മേടിച്ചത് ഗുച്ചിയുടെയാണ്, മുത്ത് മേടിച്ചത് മാവോജിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഭയങ്കര നല്ലതായിട്ട് തോന്നി എനിക്ക്. അതും ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുത്തിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇത് യൂണിസെക്സ് ആണോ എന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ എനിക്കും കൂടെ യൂസ് ചെയ്യാം എന്നുള്ള പോലെ പറയുന്നു. എനിക്ക് ഇട്ടോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ട് തോന്നി. പിന്നെ അവർ അതിന് എന്താ പറയുക, നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളതും എല്ലാം ലിക്വിഡും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ അവിടെ പോയപ്പോൾ നിങ്ങൾ സ്കാർബ്രോയിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കൂട്ടാ. എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്കിനി ഒരു വട്ടം കൂടെ ഐ ചെക്കപ്പിന് പോകാനുണ്ട്, അപ്പോൾ അതൊന്നും കൂടെ പോകണം. പക്ഷേ 2 കൊല്ലത്തിലല്ലേ കിട്ടത്തുള്ളൂ നമുക്ക് ഇൻഷുറൻസ്. പക്ഷേ മുത്തിൻ്റെത് ഓൾറെഡി 2 കൊല്ലത്തത് ഇപ്പോൾ ഈ ഒരു April 4th കഴിഞ്ഞു. ഇനിയിപ്പോൾ 5th തൊട്ടിട്ട് പുതിയത് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് വീണ്ടും പോകാമല്ലോ എന്നുള്ള പോലെ പറയുമായിരുന്നു കേട്ടോ നമ്മൾ. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഓരോന്നും ആഗ്രഹിച്ച് വാങ്ങുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള കാര്യമല്ലേ.
ഇത് ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ. എങ്ങനെയുണ്ട് എൻ്റെ സൺഗ്ലാസിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വന്ന് ഇത്രയും ടയേർഡായിട്ടാണെങ്കിലും ഇതെല്ലാം ഷൂട്ട് ചെയ്യാം. കാരണം ഈ വ്ളോഗ് നല്ലപോലെ ഒന്ന് എൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ. കാരണം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങൾ എപ്പോഴും വ്ളോഗ് ഇട് ദിവസം ഇടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് പറ്റാറില്ല. ഇത് തന്നെ ഇപ്പോൾ എന്താണ്, നമുക്ക് ഒന്നിനും സമയമില്ല. ഇവിടെ ഇപ്പോൾ ജോലി കാര്യങ്ങൾ പിന്നെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ബിസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ട്രിപ്പ് പോകുന്നുള്ളത്, അപ്പോൾ അതുകൊണ്ടൊക്കെ ബിസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തുതന്നെയായാലും എവിടെയാണ് ഞങ്ങൾ ട്രിപ്പ് പോകണമെന്നുള്ള എന്തെങ്കിലും ക്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത്. അടുത്ത വ്ളോഗ് മിക്കവാറും വരിക നമ്മൾ ട്രിപ്പ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്തായാലും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതോ ഇഷ്ടപ്പെട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക എന്തായാലും. അപ്പോൾ ഇനിയും വീണ്ടും കൂടുതൽ വ്ളോഗ്സ് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം Vibe Jodi.